കർണാടക കോൺഗ്രസിൽ പൊട്ടിത്തെറി 5 MLA-മാരും 2 MLC-മാരും രാജിക്കൊരുങ്ങുകയാണ്. കോലാർ ലോക്സഭാ സീറ്റിനെ ചൊല്ലിയുള്ള തർക്കമാണ് കാരണം. മുൻ കേന്ദ്രമന്ത്രിയും കർണാടക ഭക്ഷ്യവകുപ്പ് മന്ത്രിയുമായ KH മുനിയപ്പയുടെ മരുമകനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള തീരുമാനത്തിനെതിരെയാണ് ഈ നീക്കം വരുന്നത്. KB ശ്രീധരൻ, എത്ര MLA-മാർ അടക്കം എതിർപ്പുമായി വരുന്നുണ്ട്? എങ്ങനെയാണ് ഇപ്പോൾ ഈ പ്രതിസന്ധി മുന്നോട്ട് പോകുന്നത്? ഹൈക്കമാൻഡിൻ്റെയൊക്കെ ഇടപെടലിനുള്ള സാധ്യതകൾ കാണുന്നുണ്ടോ? പ്രജീഷ്, കർണാടക സിദ്ധരാമയ്യ സർക്കാരിലെ ഒരു മന്ത്രി ഉൾപ്പെടെ 5 MLA-മാരാണ് കലാപക്കൊടി ഉയർത്തിയിരിക്കുന്നത്. ഇവർക്ക് പിന്തുണയുമായി നിയമനിർമ്മാണ കൗൺസിലിലെ 2 കോൺഗ്രസ് അംഗങ്ങളും എത്തിയിട്ടുണ്ട്. ഏതായാലും കോലാർ സീറ്റിനെ ചൊല്ലിയാണ് ഈ വലിയ പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. മുൻ കേന്ദ്രമന്ത്രിയും കർണാടകയിലെ ഇപ്പോഴത്തെ ഭക്ഷ്യ വകുപ്പ് മന്ത്രിയുമായിട്ടുള്ള KH മുനിയപ്പയ്ക്കെതിരെയാണ് ഈ പടയൊരുക്കം. അതായത് മുനിയപ്പയുടെ മകൾ നിലവിൽ KGF എന്നുള്ള കോലാറിലെ KGF നിന്നുള്ള MLA ആണ്. ഇതോടൊപ്പം ഇതിന് മുനിയപ്പ MLA-യും മന്ത്രിയുമാണ്. ഇതിന് പിന്നാലെ മരുമകനെ കൂടി സ്ഥാനാർത്ഥിയാക്കി ജയിപ്പിച്ചെടുക്കാനുള്ള നീക്കത്തിനെതിരെയാണ് വലിയ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഒരു കുടുംബത്തിന് വേണ്ടി സീറ്റുകൾ തീരെഴുതി കൊടുക്കുന്നത് ശരിയല്ല എന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും കോലാറിൽ നിന്നുള്ള മന്ത്രിയുമായിട്ടുള്ള ഡോക്ടർ MC സുധാകർ തന്നെ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ തർക്കം പരിഹരിക്കാൻ അടിയന്തരമായി ഉപമുഖ്യമന്ത്രിയും KPCC അധ്യക്ഷനുമായിട്ടുള്ള DK ശിവകുമാറൊക്കെ ഇടപെടുന്നുണ്ട്. പക്ഷേ MLA-മാർ മുന്നോട്ട് തന്നെയാണ് ഈ സീറ്റിൽ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ മാറ്റണമെന്ന് തന്നെയാണ് അവരുടെ ആവശ്യം. കർണാടക കോൺഗ്രസിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് പൊട്ടിത്തെറി.